നിങ്ങൾ ഒരു നായ പ്രേമിയാണോ? ലോകത്തിലെ ഏറ്റവും മികച്ച നായയെ നിങ്ങളുടെ വീട്ടിലേക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഇതാ ഒരു സുവർണ അവസരം. ഏറ്റവും മികച്ച പരിശീലനം നേടിയ നായയെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ നായയെ സ്വന്തമാക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ നല്ല കട്ട നിബന്ധനകൾ. ഏറ്റവും നിഷ്കളങ്കമായ ആവശ്യത്തിന് മാത്രമേ നായയെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ സൂപ്പർ നായകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മുടെ രാജ്യം കാക്കുന്ന നായകർ, രാജ്യസുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്ന സൈന്യത്തിന്റെ സന്തത സഹചാരികൾ, രാജ്യസുരക്ഷയെ ദുർബലമാക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നൂറുകണക്കിന് ദൗത്യങ്ങളിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കൊപ്പം മെയ്യോട് മെയ് ചേർന്ന് പ്രവർത്തിച്ചവർ. അവരെയാണ് നമുക്ക് സ്വന്തമാക്കാൻ അവസരം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ പോലീസ് വിഭാഗമായ കേന്ദ്ര റിസർവ് പോലീസ് അഥവാ CRPF ആണ് പൊതുജനങ്ങൾക്കായി ഇങ്ങനൊരു അപൂർവ അവസരം ഒരുക്കുന്നത്. യുദ്ധരംഗത്ത് നിന്ന് വിരമിച്ച വിശ്രമ ജീവിതം നയിക്കുന്ന 30-ലധികം സ്നിഫർ അസോൾട്ട് നായ്ക്കളെ പൊതുജനങ്ങൾക്ക് ഇനി ദത്തെടുക്കാം, അതും സൗജന്യമായി. വിരമിച്ചു എന്ന് കരുതി ഇവരുടെ പോരാട്ട വീര്യം ചോർന്നുപോയി എന്നൊന്നും ധരിക്കരുത്. മിക്കവയുടെയും പ്രായം 8 മുതൽ 12 വയസ്സ് വരെ മാത്രമാണ്. ബംഗളൂരുവിലെ ഡോഗ് ബ്രീഡിംഗ് ആൻഡ് ട്രെയിനിങ് സ്കൂളാണ് ഇവരെ ഇപ്പോൾ പരിപാലിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു സുരക്ഷാ സേന തങ്ങളുടെ പരിശീലനം ലഭിച്ച നായ്ക്കളെ പൊതുജനങ്ങൾക്ക് ദത്ത് നൽകുന്നത്. നിലവിൽ കേന്ദ്രസേനകളും സംസ്ഥാന പോലീസും തങ്ങളുടെ വിരമിച്ച നായകളെ സംരക്ഷണത്തിനായി NGOകൾക്കോ സംഘടനകൾക്കോ കൈമാറുകയാണ് പതിവ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇതുവരെ ഇവരെ ദത്തെടുക്കാൻ പൊതുജനങ്ങളെ അനുവദിച്ചിരുന്നില്ല. അതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. ഈ വിശ്വസ്ത നായകർക്ക് സുഖകരമായ രണ്ടാം ജീവിതം ഉറപ്പാക്കുകയാണ് CRPFന്റെ ലക്ഷ്യം. CRPFന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് ദത്തിനായി അപേക്ഷ നൽകാം. ദത്ത് നൽകുന്ന ഓരോ നായയുടെയും വിശദാംശങ്ങൾ സൈറ്റിലുണ്ട്. ഇനം, സംസ്ഥാനം, മൈക്രോചിപ്പ് നമ്പർ, പരിശീലനം ലഭിച്ച മേഖലകൾ, സേവന ചരിത്രം, ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വഭാവം, വാക്സിനേഷൻ, ഇങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിലൂടെ ലഭിക്കും. ദത്തെടുക്കൽ പ്രക്രിയ കുറച്ച് സങ്കീർണമാണ്. കാരണം രാജ്യത്തിന്റെ അമൂല്യമായിട്ടുള്ള സമ്പത്താണ് നമ്മളെ ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിനനുസരിച്ചുള്ള പരിചരണം നായകൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പ്രക്രിയയുടെ ലക്ഷ്യം. എന്തുകൊണ്ട് നമ്മൾ ദത്തെടുക്കുന്നു എന്ന് അപേക്ഷാ ഫോമിൽ വിശദമാക്കേണ്ടതുണ്ട്. അപേക്ഷ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്തിമ തീരുമാനം ദത്തെടുക്കുന്നയാളെ അറിയിക്കും. നായയെ വിൽക്കാനോ ഇവയെ ഉപയോഗിച്ച് പണം സമ്പാദിക്കാനോ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ല. നായയെ അന്തസ്സോടെയും ഉചിതമായ ജാഗ്രതയോടെയും അനുകമ്പയോടെയും പരിപാലിക്കുമെന്ന് അപേക്ഷാ ഫോമിൽ ഉറപ്പു നൽകണം. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം നമ്മൾ പ്രത്യേക ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നായയ്ക്കും ദത്തെടുക്കുന്നയാൾക്കുമിടയിൽ നല്ല ബന്ധം സൃഷ്ടിച്ചെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വീട്ടിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിന് വിദഗ്ധർ നായകൾക്ക് പ്രത്യേക പരിശീലനം നൽകും. ദത്തെടുക്കൽ സമയത്ത് നായയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മളെ ഏൽപ്പിക്കും. കൂടാതെ നിയമപരമായുള്ള ദത്തെടുക്കൽ കരാറും കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നൽകും. നായയെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും CRPFന്റെ നിരീക്ഷണം തുടരും. നായയുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും പുതിയ വീടുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് അറിയാനുമുള്ള പരിശോധനകൾ ഇടയ്ക്കിടെ ഉണ്ടാകും. ദത്തെടുക്കുന്നവർ നായകൾക്ക് ആവശ്യമെങ്കിൽ വൈകാരിക പിന്തുണയും ചികിത്സാ പരിചരണവും നൽകണം, പ്രത്യേകിച്ച് പ്രായമുള്ള നായ്ക്കളാണെങ്കിൽ. സുരക്ഷാ സേനകളിലെ നായയെ ദത്തെടുക്കുമ്പോൾ നേരിട്ടല്ലെങ്കിൽ പോലും നമ്മളും സേവന പാതയിലേക്ക് അറിയാതെ കടന്നു ചെല്ലുകയാണ്. നമ്മുടെ രാജ്യത്തെ നിസ്വാർത്ഥമായി സേവിച്ചവർക്ക് ഉചിതമായ പ്രതിഫലം നൽകാനുള്ള അവസരമാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഏറ്റവും നല്ല പരിചരണം ഉറപ്പാക്കിയാൽ മാത്രം മതി. അതാണ് അവർക്കായി നമ്മൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം.